തൃശ്ശൂരിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ആരോപണവും പ്രത്യാരോപണങ്ങളും എത്ര അപക്വമായിട്ടാണ് DCCയുടെ പ്രസിഡന്റ് സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയ മേയറായിട്ട് ചുമതലയേറ്റ ആൾ എത്ര അപക്വമായിട്ടാണ് സംസാരിക്കുന്നത്. കോൺഗ്രസിനകത്ത് സ്ഥാനങ്ങൾ കാശ് കൊടുത്തു മേടിക്കാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക നേട്ടം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനപ്പുറത്തേക്ക് പാർട്ടിയോട് കൂറോ ആത്മാർത്ഥതയോ ഒന്നും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഡോക്ടർ നിജി ജസ്റ്റിനും ഹസ്ബൻഡും കൂടി ഒരു വലിയ സ്യൂട്ട് കേസുമായിട്ട് DCC ഓഫീസിലേക്ക് കയറിപ്പോയി എന്നാണ് പറയുന്നത്. അതിനകത്ത് നിറച്ച് പണമാണ് എന്നാണ് ഇവരുടെ ആരോപണം. തൃശ്ശൂർ ജില്ലയിലെ ഏതോ ഒരു സ്ഥലത്ത് സീറ്റിന് വേണ്ടിയിട്ട് ഈ DCC പ്രസിഡന്റ് ചെന്നിട്ട് പൈസ മേടിച്ചത് മാത്രമല്ല, അവിടെ ഇരുന്ന കുറച്ച് പെർഫ്യൂംസ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്ക് ഉൾപ്പെടെയുള്ള സീറ്റുകൾ പണത്തിനാണ് വിറ്റിരിക്കുന്നത്. KC വേണുഗോപാൽ വിചാരിച്ചാൽ എവിടെ നിന്ന് വേണമെങ്കിലും പണം വരും. പക്ഷെ എങ്കിൽ തന്നെയും KC വേണുഗോപാലിനും കേരളത്തിൽ നിന്ന് പണം ആവശ്യമുണ്ട്, കോർപ്പറേഷനിൽ നിന്ന് പണം ആവശ്യമുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചിട്ട് മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് തലകുനിക്കേണ്ട ഒരു അവസ്ഥയാണ്, തലകുനിക്കേണ്ട അവസ്ഥ. അപ്പോൾ VD സതീശനെ സംബന്ധിച്ചിട്ട് VD സതീശൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെ മേയറായിട്ട് വന്നിട്ട് കാര്യമുള്ളൂ. ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് VD സതീശന് കൊച്ചി മേയറും അതോടൊപ്പം തന്നെ KC വേണുഗോപാലിന് തൃശ്ശൂർ മേയറും എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. VK മിനിയെ എന്തുകൊണ്ട് മേയറാക്കി എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ പ്രതിപക്ഷ നേതാവോ DCC പ്രസിഡന്റോ ഒന്നും ആർക്കും ഉത്തരം നൽകിയിട്ടില്ല. അടുത്ത തെരഞ്ഞെടുപ്പിന്, നിയമസഭാ ഇലക്ഷന് ഫണ്ട് കളക്ട് ചെയ്യേണ്ട വളരെ വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം കൂടി കൊച്ചി മേയറുടെ തലയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. കോൺഗ്രസ് ജയിച്ച എല്ലാ കോർപ്പറേഷനുകളിലും ഓരോരോ പ്രശ്നങ്ങളാണ്. അതെന്താ അങ്ങനെ? എനിക്ക് ഈ കോൺഗ്രസിന്റെ ഈ കോർപ്പറേഷൻ, ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ ആണെങ്കിലും തൃശ്ശൂർ കോർപ്പറേഷൻ ആണെങ്കിലും അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട 2 കോർപ്പറേഷനുകൾ തിരിച്ചു പിടിച്ചതാണ്. അപ്പോൾ അവിടുത്തെ പ്രവർത്തകർ കയ്യും മെയ്യും മറന്ന് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ചെയ്ത അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ 2 കോർപ്പറേഷനും തിരിച്ചു പിടിച്ചത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പക്ഷേ ഇത് മനസ്സിലാക്കാത്ത ഒരു ആളുകൾ മാത്രമേ ഉള്ളൂ, അത് നേതാക്കന്മാരാണ്. അവരെ സംബന്ധിച്ചിട്ട് സാമ്പത്തിക നേട്ടം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനപ്പുറത്തേക്ക് പാർട്ടിയോട് കൂറോ ആത്മാർത്ഥതയോ ഒന്നും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കൊച്ചി കോർപ്പറേഷൻ മേയറായിട്ട് വെച്ചിട്ടുള്ള VK മിനി എന്ന് പറയുന്നയാൾ ശ്രീ VD സതീശൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടയാളാണ്, ഏറ്റവും അടുത്തയാളാണ്. എന്താണ് കൊച്ചി കോർപ്പറേഷൻ മേയറാക്കി അവരെ വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് 6 മാസത്തിന് ശേഷം നിയമസഭാ ഇലക്ഷനിലേക്ക് പോവുകയാണ് കേരളം. ഈ സമയത്ത് മുമ്പോട്ട് പാർട്ടിയെ ചലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഫണ്ട് ആവശ്യമുണ്ട്. പക്ഷെ അതിന് പറ്റിയ ഒരു മേയറെ കൊച്ചിയിൽ ഇരുത്തിയാൽ മാത്രമേ VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പക്ഷത്ത് കൂടുതൽ MLA-മാരെ ഉണ്ടാക്കാനും തെരഞ്ഞെടുപ്പിൽ പണം വാരിയെറിയാനൊക്കെ സാധിക്കത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ നീക്കമാണ് കൊച്ചി മേയറായിട്ട് VK മിനി വരാൻ വേണ്ടിയിട്ട് കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതല്ല എങ്കിൽ പാർലമെന്ററി പാർട്ടിക്കകത്ത് കൂടുതൽ വോട്ട് ലഭിച്ച ഷൈനി മാത്യുവിനെ മാറ്റിയിട്ട് VK മിനിയെ തന്നെ, അതായത് 19 വോട്ട് കിട്ടിയ VK മിനിയെ എന്തുകൊണ്ട് മേയറാക്കി എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ പ്രതിപക്ഷ നേതാവോ DCC പ്രസിഡന്റോ ഒന്നും ആർക്കും ഉത്തരം നൽകിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പിന്, നിയമസഭാ ഇലക്ഷന് ഫണ്ട് കളക്ട് ചെയ്യേണ്ട വളരെ വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം കൂടി കൊച്ചി മേയറുടെ തലയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ദീപ്തി മേരി വർഗീസൊക്കെ മേയറായിട്ട് വന്നു കഴിഞ്ഞാൽ അതേ രീതിയിലുള്ളൊരു കൊള്ളയ്ക്കൊന്നും അവർ കൂട്ടു നിൽക്കത്തില്ല. അവർ കുറച്ചൊക്കെ പാർട്ടി നോക്കും. പിന്നെ അവരുടെ ഗ്രൂപ്പ് ഏതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. KC ഗ്രൂപ്പാണോ, ചെന്നിത്തലയുടെ ഗ്രൂപ്പാണോ, അതോ ഇപ്പോൾ VD ഗ്രൂപ്പാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് അവർ വളരെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നതാണോ എന്ന് അറിയില്ല. പക്ഷേ ഇന്നിപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അവരിഷ്ടപ്പെടുന്നത് കോൺഗ്രസിനെയാണെന്നും കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അവർക്ക് വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലെന്നും കോൺഗ്രസ് പാർട്ടിയോടൊപ്പം സഹകരിച്ച് മുമ്പോട്ട് പോവുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ തൃശ്ശൂർ മേയർ ആകുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ലാലി ജെയിംസ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകയാണ്. എനിക്ക് ലാലി ജെയിംസിനെ ഓർമ്മ വരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അയ്യന്തോൾ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ അയ്യന്തോളിൽ വെച്ചിട്ട് ഒരു ബൈക്ക് ആക്സിഡന്റ് ഒരു ചെറുപ്പക്കാരൻ മരിച്ച സമയത്ത് ഏകാംഗ പട്ടാളമായിട്ട് ഒരു വനിത നടു റോഡിൽ പ്രതിഷേധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തൃശ്ശൂർ നഗരത്തിനകത്തും തൃശ്ശൂർ ജില്ലയ്ക്കകത്തും കോൺഗ്രസ് പാർട്ടിയുടെ എന്ത് പരിപാടികൾ ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം മുൻപന്തിയിൽ നിന്ന് പ്രതിഷേധിക്കുന്ന ആളാണ് ലാലി ജെയിംസ് എന്ന് പറയുന്നത്. ലാലി ജെയിംസ് ഇന്ന് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം നിസ്സാരമായിട്ടുള്ളൊരു ആരോപണമല്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്, തൃശ്ശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ അവിടെ നിന്ന് ഉയർന്നു വന്നിരുന്ന ഒരു ആരോപണമാണ് പല കൗൺസിലർ സ്ഥാനാർത്ഥികളെയും നിശ്ചയിച്ചിരിക്കുന്നത് DCC പ്രസിഡന്റും അതോടൊപ്പം തന്നെ MP വിൻസെന്റ് എന്ന് പറയുന്ന മുൻ MLA ഒക്കെ കൂടെ ചേർന്ന് ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് സീറ്റ് നൽകിയിരിക്കുന്ന ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു. ഘടകകക്ഷികളെ ഒന്ന് പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വലിയ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു നഗരസഭയാണ്
ഈ തൃശ്ശൂർ നഗരസഭ എന്ന് പറയുന്നത്. ആ തൃശ്ശൂർ നഗരസഭയിലാണ് ജയിച്ചു വന്നിട്ടുള്ള ഒരു കൗൺസിലർ ഇത്ര ഗൗരവകരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതായത് നിജി ജസ്റ്റിൻ എന്ന് പറയുന്ന ഡോക്ടർ നിജി ജസ്റ്റിൻ, അവർ ഗൈനക്കോളജിസ്റ്റ് കൂടിയാണ്. അവരും കഴിഞ്ഞ 10 വർഷമായിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ അന്നത്തെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം കെ സുധാകരന്റെ ഗ്രൂപ്പും ഈ നിജി ജസ്റ്റിൻ എന്ന് പറയുന്ന ഡോക്ടർ നിജി ജസ്റ്റിൻ എന്ന് പറയുന്ന ആൾ KC വേണുഗോപാലിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളായതുകൊണ്ടുമാണ് അന്ന് അത് നടക്കാതെ പോയത്. അതായത് ജോസ് വള്ളൂരാണ് വെട്ടിക്കളഞ്ഞത്. അതല്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഒല്ലൂർ ഇവർ മത്സരിച്ചേനെ. ഇതൊക്കെ എങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കോൺഗ്രസിനകത്തേക്ക് വരുന്നു, ചിലർക്ക് സ്ഥാനമാനങ്ങൾ പെട്ടെന്ന് കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കോൺഗ്രസിനകത്ത് സ്ഥാനങ്ങൾ കാശ് കൊടുത്തു മേടിക്കാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് വേണ്ട രീതിയിലുള്ള അംഗീകാരങ്ങൾ കൊടുക്കാതെ ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന പ്രാഞ്ചി ഏട്ടന്മാർക്ക് ഇതുപോലെ സ്ഥാനങ്ങൾ കൊടുക്കുന്ന അവസ്ഥയുണ്ടായിക്കഴിഞ്ഞാൽ താഴേക്കടിയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ മനോബലം നഷ്ടപ്പെട്ടു പോകത്തില്ലേ? കാരണം ഇവരാരും കഷ്ടപ്പെട്ടിട്ടില്ലെന്നേ, ഇവർക്കാർക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. ഇവരാകെ ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷനകത്തെ സീറ്റുകൾ പലർക്കായിട്ട് വീതം വെച്ചു കൊടുത്തു. എന്നോട് ഒരു കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഏതോ ഒരു സ്ഥലത്ത് സീറ്റിന് വേണ്ടിയിട്ട് ഈ DCC പ്രസിഡന്റ് ചെന്നിട്ട് പൈസ മേടിച്ചത് മാത്രമല്ല അവിടെ ഇരുന്ന കുറച്ച് പെർഫ്യൂംസ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ DCC പ്രസിഡന്റൊക്കെ ആക്കി വെച്ചുകൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടിക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കും? പൈസ ഉള്ളവർക്ക് സീറ്റ് എവിടെ വേണേലും. അതെ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ കോൺഗ്രസിന് നേട്ടം ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ അവിടെ LDF തന്നെയല്ലേ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. കോൺഗ്രസിന് ആധിപത്യമുള്ള ഒരു പ്രദേശമാണ് തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണത്തിന് സീറ്റുകൾ വിറ്റു. ജില്ലാ പഞ്ചായത്തിലേക്ക് ഉൾപ്പെടെയുള്ള സീറ്റുകൾ പണത്തിനാണ് വിറ്റിരിക്കുന്നത്. ഇന്ന് പരസ്യമായിട്ട് ലാലി ജെയിംസ് എന്ന് പറയുന്ന ഈ ഒരു കൗൺസിലർ, അതായത് കഴിഞ്ഞ 4 ടേമിൽ കോൺഗ്രസിന് വേണ്ടി വിറക് വെട്ടി വെള്ളം കോരിയിട്ടുള്ള ഈ ഒരു വനിതാ കൗൺസിലർ ഇതുപോലൊരു ആരോപണവുമായിട്ട് രംഗത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആരോപണം എന്താണ്? ഡോക്ടർ നിജി ജസ്റ്റിനും ഹസ്ബൻഡും കൂടി ഒരു വലിയ സ്യൂട്ട് കേസുമായിട്ട് DCC ഓഫീസിലേക്ക് കയറിപ്പോയി എന്നാണ് പറയുന്നത്. അതിനകത്ത് നിറച്ച് പണമാണ് എന്നാണ് ഇവരുടെ ആരോപണം. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഈ ജോസഫ് ടാർജറ്റ് എങ്ങനെയാണ് DCC പ്രസിഡന്റായിട്ട് വരുന്നത്? MP വിൻസെന്റിനെതിരെ ശക്തമായ വികാരമുണ്ട് തൃശ്ശൂർ DCCക്കകത്ത്. അപ്പോൾ MP വിൻസെന്റിന് ഒരു റബ്ബർ സ്റ്റാമ്പിനെ വേണമായിരുന്നു. അങ്ങനെ MP വിൻസെന്റ് ആരുടെ ഗ്രൂപ്പുകാരനാണ്? KC വേണുഗോപാലിന്റെ ഗ്രൂപ്പുകാരനാണ്. അപ്പോൾ KCയെ സംബന്ധിച്ചിട്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ വിചാരിച്ചാൽ എവിടെ നിന്ന് വേണമെങ്കിലും പണം വരും. പക്ഷെ എങ്കിൽ തന്നെയും KC വേണുഗോപാലിനും കേരളത്തിൽ നിന്ന് പണം ആവശ്യമുണ്ട്, കോർപ്പറേഷനിൽ നിന്ന് പണം ആവശ്യമുണ്ട്. ഏറ്റവും വരുമാനമുള്ള ഒരു കോർപ്പറേഷനൊക്കെ തന്നെയാണ് ഈ തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ധനികരായിട്ടുള്ള ആളുകൾ അധിവസിക്കുന്ന ഒരു സിറ്റിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പോൾ ആ തൃശ്ശൂർ സിറ്റിയുടെ മേയറായിട്ട് KC വേണുഗോപാലിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ വന്നു കഴിഞ്ഞാൽ വലിയ കളക്ഷനുകൾ നടക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഹെഡ് ഓഫീസ് ഉള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വൻ തുക കളക്ട് ചെയ്യാം എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് KC വേണുഗോപാൽ ഇപ്പോൾ ഈ ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറാക്കി വെക്കുന്നത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഈ സീറ്റ് മേടിക്കാൻ വേണ്ടി കാശ് കൊടുത്തിട്ടുള്ള കൗൺസിലർമാരുണ്ട്. ഈ കൗൺസിലർമാരെ സംബന്ധിച്ചിട്ട് അവരുടെ ആ തെരഞ്ഞെടുപ്പിന് ചിലവായിട്ടുള്ള തുകയും അതോടൊപ്പം തന്നെ അന്ന് പാർട്ടിക്ക് കൊടുത്തിരിക്കുന്ന തുകയും ഒക്കെ വേണമെങ്കിൽ ഇവർ സെറ്റിൽ ചെയ്തിട്ടുണ്ടാവാം. ഇപ്പൊ ലാലി ജെയിംസിന്റെ ഒരു പ്രസ്താവനയും നമ്മൾ അതാണ് ഊഹിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുക. കാരണം ഇവർ വേണമെങ്കിൽ എല്ലാ കൗൺസിലർമാർക്കും അവർക്ക് ചിലവായ തുകയൊക്കെ തിരിച്ചു കൊടുത്ത് അവരുടെ എല്ലാം ഒരു പ്രീതി നേടിയതിനു ശേഷമായിരിക്കാം മേയറായിട്ട് വരുന്നത്. അതിനാണ് സാധ്യത കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിനെ സംബന്ധിച്ചിട്ട് മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് തലകുനിക്കേണ്ട ഒരു അവസ്ഥയാണ്. തലകുനിക്കേണ്ട അവസ്ഥ. ജനങ്ങൾ ഇവരെ വിജയിപ്പിച്ച ജനങ്ങൾ ഇപ്പോൾ മണ്ടന്മാരാകുന്ന കാഴ്ചയല്ലേ? കൊച്ചിയിൽ നടന്നതും തൃശ്ശൂർ നടന്നതും അങ്ങനെ തന്നെയാണ്. ഒരു ആന്റി ഇൻകംബൻസിയിൽ കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ ഇപ്പോൾ ആരായി? വെറും മണ്ടന്മാരായിട്ട് മാറിയില്ലേ? കാരണം KCയെ സംബന്ധിച്ചിട്ട് KCക്ക് അടുത്ത പ്രാവശ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടാണ് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ നടന്നുകൊണ്ടിരുന്ന മാതിരിയുള്ള ഡ്രാമകൾ, അതായത് തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ അടുത്ത് പോയിരുന്ന കപ്പയും ചമ്മന്തിയും കഴിക്കുക, ഇങ്ങനെയുള്ള കുറേ ആക്ടിംഗ് ഒക്കെ ആയിട്ട് KC വേണുഗോപാൽ ഇറങ്ങിയിരിക്കുന്നത്. ഇതേ സമയത്ത് മറിച്ച് ഇപ്പുറത്ത് എന്താണ്? VD സതീശനെ സംബന്ധിച്ചിട്ട് VD സതീശന് മറ്റു സോഴ്സുകളൊന്നുമില്ല ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട്. കൊച്ചി കോർപ്പറേഷൻ ഒരു വ്യാവസായിക മേഖല കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫണ്ട് കളക്ഷൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പോൾ VD സതീശനെ സംബന്ധിച്ചിട്ട് VD സതീശൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെ മേയറായിട്ട് വന്നിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ്
ഭൂരിപക്ഷ കൗൺസിലർമാരും ഷൈനി മാത്യുവിനെ മേയറാക്കണം എന്ന് പറഞ്ഞിട്ടും ആദ്യ ടൈമിൽ ഷൈനി മാത്യുവിന് കൊടുക്കാതെ രണ്ടാമത്തെ ടൈമിൽ വരേണ്ട VK മിനിയെ പിടിച്ച് ഒന്നാം ടൈമിൽ തന്നെ മേയറാക്കാനായിട്ടുള്ള കാരണം. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് VD സതീശന് കൊച്ചി മേയറും അതോടൊപ്പം തന്നെ KC വേണുഗോപാലിന് തൃശ്ശൂർ മേയറും എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ തൃശ്ശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നതാണെന്നേ. പല സീറ്റുകളിലും പല ആളുകളുടെ അടുത്തും ഇതുമായി ബന്ധപ്പെട്ട വോയിസ് ക്ലിപ്പുകൾ ഇരിപ്പുണ്ട്. 20 ലക്ഷം കൊടുത്തതിന്റെ 25 ലക്ഷം കൊടുത്തതിന്റെ ഒക്കെ കണക്ക് പറയുന്നത്. ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഇതൊക്കെ കണ്ടില്ല എങ്കിൽ 2026 തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നേടിയ വോട്ടിംഗ് ശതമാനത്തിന്റെ നേർപകുതിയിലേക്ക് നിങ്ങൾ കൂപ്പുകുത്തുന്ന ഒരു അവസ്ഥയുണ്ടാവും. തൃശ്ശൂർ കോർപ്പറേഷന്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ പ്രത്യേകത എന്താണ്? തൃശ്ശൂരിൽ നിന്നാണ് BJPക്ക് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു ലോക്സഭാ അംഗമുണ്ടായത്. അത് മറന്നു പോകരുത് കോൺഗ്രസ്സുകാർ. ജനങ്ങൾ കോൺഗ്രസിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വിറ്റു പുട്ടടിക്കാൻ വേണ്ടിയിട്ട് നിന്നു കഴിഞ്ഞാൽ ഈ അധികാരം തിരിച്ചെടുക്കാനായിട്ട് ജനങ്ങൾക്ക് തന്നെ അറിയാം. ഈ ഒരു സാമാന്യ ബോധം ഉണ്ടാകണമെന്ന്. തൃശ്ശൂരിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ആരോപണവും പ്രത്യാരോപണങ്ങളും എത്ര അപക്വമായിട്ടാണ് DCCയുടെ പ്രസിഡന്റ് സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയ മേയറായിട്ട് ചുമതലയേറ്റ ആൾ എത്ര അപക്വമായിട്ടാണ് സംസാരിക്കുന്നത്. ലാലി ജെയിംസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയ്ക്ക് അല്ലെങ്കിൽ ഒരു കോൺഗ്രസിന്റെ പോരാളിക്ക് സ്വാഭാവികമായിട്ടും നിരാശയുണ്ടാവും. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. ആ പ്രതികരിക്കുന്ന സമയത്ത് തന്നെ അവരെ അടിച്ചിരുത്തുന്ന രീതിയിലേക്ക് മറുപ്രതികരണമായിട്ടൊരു DCC പ്രസിഡന്റ് വരാൻ പാടുണ്ടോ? അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തണുക്കുമല്ലോ, കാത്തിരിക്കണ്ടേ? പക്ഷെ അതിന് പകരമായിട്ട് ഇത് വാർത്താ മാധ്യമങ്ങളിൽ വന്നിരുന്ന് പരസ്പരം തമ്മിലടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പൊട്ടിക്കരയുകയല്ലാതെ വേറെ എന്തെങ്കിലും അവസ്ഥ ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു കാര്യം മാത്രം ഓർക്കുക, നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ആർക്കാണ് എന്നൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. നാളെ നിയമസഭയിലേക്ക് വരുന്ന ഇലക്ഷനിലും നിങ്ങൾ ഇതുപോലെയുള്ള കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോൺഗ്രസിന് ജനങ്ങൾ നൽകുന്ന അധികാരത്തെ വിറ്റു പുട്ടടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വോട്ട് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് പൊതുജനം തീരുമാനിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.